ശക്തമായ ഇടിമിന്നലിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം എന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വന്നൊരു കമന്റിനാണ് ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത്. മൊബൈൽ ഫോൺ ഇടിമിന്നലുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഉറപ്പായും ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾ ഇൻഡോഴ്സ്, അത് നിങ്ങൾ ഒരു റൂമിനകത്തോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിനകത്ത് സേഫ് ആയിട്ട് ഇരിക്കുക എന്ന് ഉറപ്പുവരുത്തുക. പുറത്താണെങ്കിൽ പരമാവധി മൊബൈൽ ഫോണിന്റെ യൂസ് കുറയ്ക്കുക. കാരണം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വളരെ കുറവായിരിക്കും. പുറമേയുള്ള ചുറ്റുഭാഗത്തുള്ള ശ്രദ്ധ നമ്മൾ വളരെ കുറവായിരിക്കും. ഇനി വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു ഹിൽ ടോപ്പിലൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോണിന്റെ യൂസ് കുറച്ച് പെട്ടെന്ന് തന്നെ ഒരു റൂമിലേക്കോ നിങ്ങൾ വാഹനത്തിനകത്തേക്കോ കയറിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇൻഡോർ ആണെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കാരണം ഒരു സ്ട്രെങ്ത് കുറഞ്ഞ റേഡിയോ വേവ്സ് ആണ് ഈ മൊബൈലും മൊബൈലിന്റെ ടവറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും നമ്മുടെ ഇടിമിന്നലിന്റെ ഇലക്ട്രിസിറ്റിയോളം സ്ട്രെങ്ത് ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ചാർജിൽ വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ലാൻഡ് ലൈൻ ഇപ്പോൾ കണക്റ്റഡ് ആയിരിക്കും, അതൊക്കെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചാർജിലുള്ള മൊബൈൽ ആണെങ്കിൽ അത് ഊരി വെക്കുക, ലാൻഡ് ലൈൻ ആണെങ്കിൽ കണക്ഷൻ ഓഫ് ചെയ്യുക. ഇതൊക്കെ വയർ റിലേറ്റഡ് കണക്ഷൻ ആണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ ചാൻസും ഉണ്ട്, ഷോക്ക് അടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി സേഫ് ആയിട്ടാണെങ്കിൽ മൊബൈൽ ഫോൺ ഇൻഡോറിൽ നിന്ന് യൂസ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പലരുടെയും സംശയത്തിൽ തീർന്നു എന്ന് വിചാരിക്കുന്നു. ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.